വാക്ക് പാലിക്കേണ്ട സമയമായിരിക്കുന്നു. എന്ത് പറഞ്ഞാലും നീ വരില്ലെന്നറിയാം. ഒരാളെ നിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. നീ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെ ചെയ്യ. എയർപോർട്ട് പാർക്കിങ്ങിൽ 3 വണ്ടികൾ തയ്യാറായിട്ടുണ്ട്. എയർപോർട്ടിനടുത്തുള്ള ഗല്ലിയിൽ 2 കാറും 1 ടെമ്പോ ട്രാവലറും. Hey, no, 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 no! വേഗമാ, പോ 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 പോ. Hey, चल पीछे कर. Attacking me. There must be some sort of mistake. Do you see him? They just shot the guy in the middle of the road in the broad daylight. സംസാരിക്കേ. ആദ്യം ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. Dad. നിന്റെ കൂടെ ഒരാളില്ലേ? നീ അയാൾ പറയുന്ന പോലെ ചെയ്യ്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തെത്തിക്കാം. പിന്നെ ഒരു കാരണവശാലും എന്നെ ഫോൺ ചെയ്യരുത്. No, Dad. Listen to me, Dad. No. We need to call the cops. We need to call the cops, please. You don't have to. നീ ഇന്ത്യയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. പക്ഷെ വന്നു. ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ടൈമുമില്ല. ഈ സിറ്റുവേഷനിൽ ഇന്ത്യയിൽ മുഴുവൻ നോക്കിയാൽ നിന്നെ രക്ഷിക്കാൻ ഒരാൾ മാത്രം, അമ്മ. അമ്മ അങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. അമ്മയെ വിശ്വസിപ്പിക്കേണ്ട ചുമതല നിനക്കുള്ളതാ. ഒരു കാരണവശാലും നീ ആരാണെന്ന് അമ്മ അറിയരുത്. ഗുഡ് ഈവനിങ് ടീച്ചർ. ദിയ വിജയവാഡയിൽ നിന്നുള്ള കുട്ടിയാണ്. നമ്മുടെ ഭാഷ അറിയാം. ബാങ്ക് മാനേജർ അജയ്കുമാറിന്റെ അകന്ന ബന്ധത്തിലുള്ളതാ. സ്കൂളിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്നാ പറയുന്നത്. ആ പോസ്റ്റ് എന്തായാലും കാലിയല്ലേ, ആ ഒഴിവിലേക്ക് എടുക്കാം. ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാം. അത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ. എന്താ പഠിച്ചത്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതവരുടെ ആധാർ കാർഡ്, വോട്ടർ ID, 10th ക്ലാസ്, +2, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്. ഞാനെല്ലാം ചെക്ക് ചെയ്താണ് ടീച്ചർ. ടീച്ചറും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഇതിനു മുൻപ് എവിടെയായിരുന്നു ജോലി? സിദ്ധാർത്ഥ കോൺവെന്റ്. പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളാണോ അതോ ഈ കുട്ടിയാണോ? ഇതിനു മുൻപ് എവിടെയാ ജോലി ചെയ്ത്? സിദ്ധാർത്ഥ കോൺവെന്റ്. അവിടുന്ന് എന്തിനാ വിട്ടുപോന്നെ? അത് ഇത്രയും പഠിപ്പുണ്ടായിട്ടും ഇവിടെ തന്നെ ജോലി നോക്കാൻ എന്താ കാരണം? അത് ഇവിടുത്തെ സർപ്പഞ്ചി, ഇതുവരെ കൊണ്ട് പറ്റുന്ന പണിയല്ല. പറഞ്ഞയച്ചിട്ട് പുതിയ ആളെ നോക്ക്. ഒരു പുതിയ നാട്ടിലെത്തുമ്പോൾ നമുക്ക് അവിടെ ഇഷ്ടപ്പെടുന്നത് ആ നാട് കണ്ടിട്ടല്ല, അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ടാ. ഞാൻ പല ദേശങ്ങൾ ചുറ്റി അവസാനം എത്തപ്പെട്ടത് ഇവിടെയാ. നിങ്ങളോടൊരാൾ വിശ്വസ്തനാണോ എന്നറിയാൻ നിങ്ങൾ എത്ര ആലോചിക്കുന്നു.
അത്രയും തന്നെ ഞാനും ആലോചിക്കും. ഒരു തവണ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ജയിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിക്കാം. നീ പഠിപ്പിക്കുന്നത് എനിക്കല്ല, ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടണം. നിനക്ക് 3 ദിവസത്തെ സമയമുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ 4-ാം ദിവസം നീ ഇവിടുന്ന് പോകും. ഏയ്, എഴുന്നേക്ക്. നാളെ അമ്മയും അച്ഛനും വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ, നിങ്ങൾ സ്കൂളിലേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. പോയിക്കുമല്ല. ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞിട്ടല്ലേ? ഡാ, പോടാ. ചെറിയ കുട്ടികൾ ഉരുകി തിളയ്ക്കുന്ന ലോഹം പോലെയാണ്. നന്നായി വാർത്തെടുത്താൽ അവർ ലക്ഷണമൊത്ത വിളക്കുകളാവും. ശരിയായി വാർത്തില്ലെങ്കിൽ അവർ രക്തം ചിന്തുന്ന ആയുധങ്ങളാവും. കാലും കൈയും വൃത്തിയാക്കി വാ. ഭക്ഷണം എടുത്ത് വയ്ക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അവർ സമ്മതിച്ചു. എന്നെ ഇനി വിട്ടേക്ക്. ഏയ് സർപഞ്ച്, ജസേ, അണ്ണാ, ആ പെണ്ണ് മിസ്സായി. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അമ്മ. ഏഴു വർഷങ്ങളായി ഇതേപോലെ ഇരുട്ടിൽ വെറും നിലത്ത് എരിയുന്ന പുകയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. പകയുടെ വിശപ്പിന് മുമ്പിൽ മറ്റൊരു വിശപ്പും ഒന്നുമല്ല എന്നെനിക്കറിയാം. ആ കൃഷ്ണകാന്തിന് ഇതുവരെ കിട്ടിയില്ല. അവൻ്റെ മകൾ ഇവിടെ വന്നിട്ടും നമ്മുടെ ആളുകൾക്ക് അവളെ പിടിക്കാനായില്ല. എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അവളെ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം. പക തീർക്കണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം നിന്റെ ശ്വാസം ബാക്കി വേണ്ടേ? നമ്മുടെ സമയം വന്നിരിക്കുന്നു. നമ്മുടെ സമയം വന്നിരിക്കുന്നു.